ഹായ്, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഒരു അടിപൊളി വീഡിയോയിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കണ്ട് മനസ്സിലാക്കുക. എല്ലാവർക്കും അറിയാവുന്നതും എന്നാൽ മലയാളികൾ ഏറെ ഇഷ്ടപ്പെടുന്നതുമായ ഒരു അടിപൊളി ഇടുക്കി സ്റ്റൈൽ അല്ലെങ്കിൽ കേരള സ്റ്റൈൽ ബീഫ് ഫ്രൈ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചു. ശേഷം ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിലൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഒഴിച്ചോണം. എനിക്കിവിടെ 500 ഗ്രാം ബീഫാണ് എടുത്ത് മാറ്റി വെച്ചിട്ടുള്ളത്. അപ്പം എണ്ണ ഒന്ന് ചൂടായി വരുമ്പം ആവശ്യമുള്ളവർക്ക്, ഇഷ്ടമുള്ളവർക്ക്, താല്പര്യമുള്ളവർക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ഒന്ന് ബ്രൗൺ നിറമാകട്ടെ. ഒരുപാടങ്ങ് മൂക്കൊന്നും വേണ്ട കേട്ടോ, ചെറുതായിട്ടായാൽ മതിയാവും. തേങ്ങ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഒരുപാട് ഇങ്ങനെ മെറൂൺ കളറൊന്നും ആകണ്ട കേട്ടോ. ആ സമയത്ത് നമ്മൾ കുറച്ച് ക്ലീൻ ചെയ്ത് വെച്ചിരുന്ന ചെറിയ ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറിയ ഉള്ളിക്ക് പകരം സവാള വേണമെങ്കിലും ഇടാം. സവാള ഇട്ട് കഴിഞ്ഞാൽ ഒരു മധുരിപ്പുണ്ടാവും. അതുകൊണ്ട് ഞാനെപ്പോഴും ചെറിയ ഉള്ളിയാണ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഇഷ്ടത്തിന് വേണമെങ്കിൽ സവാള പെട്ടെന്ന് എടുക്കാം. ഞാനത് മുറിച്ചിട്ടൊന്നുമില്ല. ചെറിയ ഉള്ളി ആയതുകൊണ്ട് തന്നെ അത് മുഴുവനായിട്ട് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല നാടൻ കറിവേപ്പില. അപ്പോൾ ഉള്ളി ഒന്ന് വഴന്ന് വരട്ടെ. ഈ സമയത്തൊക്കെ ഒരു മീഡിയം സൈസിൽ ലെവലിൽ വെച്ചാൽ മതി നമ്മുടെ ഗ്യാസിൻ്റെ ഫ്ലെയിം. ഓക്കെ, നന്നായി മൂത്ത് വരട്ടെ. അപ്പോൾ ഇതാ ഇവിടെ ഒരു 3/4 ഭാഗത്തോളം നമ്മുടെ ചെറിയ ഉള്ളി ഒരു മാക്സിമം ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു 10 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എങ്ങനെ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം. കാരണം എനിക്ക് ഇഞ്ചി കടിക്കുന്നതിനോട്, പച്ചമുളക് കടിക്കുന്നതിനോടൊന്നും വലിയ താല്പര്യമില്ലാത്ത ആളാണ്. ഇതിനകത്ത് പച്ചമുളക് ആവശ്യമുള്ളവർക്ക് ഇടാം കേട്ടോ. പച്ചമുളക് ഞാൻ ഇട്ടിട്ടില്ല. ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാം. അതും കൂടി നന്നായി ഒന്ന് വഴന്ന് വരട്ടെ. ഇതാ ഇഞ്ചിയും വെളുത്തുള്ളി, ചെറിയ ഉള്ളി, കറിവേപ്പില, തേങ്ങാക്കൊത്ത് എല്ലാം നന്നായി വഴന്ന് വരുന്ന സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കണം കേട്ടോ. കംപ്ലീറ്റ് ബീഫും നമ്മൾ കുക്കറിൽ വെച്ച് നേരത്തെ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇത് എങ്ങനെയാണ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബീഫ് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ആദ്യം തന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി നന്നായി കല്ലിൽ ചതച്ചത്, അതോടൊപ്പം തന്നെ ഒരു ചെറിയ തക്കാളി, പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, പെരുംജീരകത്തിൻ്റെ പൊടി എല്ലാം നമ്മൾ വീട്ടിൽ തന്നെ കഴുകി ഉണക്കി പൊടിച്ചെടുത്ത മസാലകൾ തന്നെയാണ് ചേർത്തിരിക്കുന്നത്. എല്ലാം ചേർത്ത് നന്നായി കുറച്ച് വെളിച്ചെണ്ണയും കൂടി യോജിപ്പിച്ച് കുക്കറിൽ വെച്ചിട്ട് നന്നായി വേവിച്ച് അതിൻ്റെ വെള്ളമൊക്കെ പറ്റിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഇപ്പോൾ ഈ എണ്ണയിലേക്ക് തട്ടിക്കൊടുത്തത്. ഇതിനിങ്ങനെ നന്നായി ഇതെല്ലാം കൂടെ കൂടി മിക്സ് ആവട്ടെ. മിക്സ് ആയതിന് ശേഷം മിക്സായി അതിൻ്റെ ജലാംശം എല്ലാം വലിഞ്ഞ് കഴിയിട്ട് ബാക്കി മസാലകൾ കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ സെറ്റായി വരുന്നുണ്ട് കേട്ടോ. ഏകദേശം ഇതാ വെള്ളമൊക്കെ വലിഞ്ഞ് കളറൊക്കെ മാറി അടിപൊളിയായിട്ട് വരുന്നുണ്ട്. തീർന്നിട്ടില്ല. ഇത് കുറച്ച് സമയം എടുത്ത് തന്നെ ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ. പെട്ടെന്ന് ചെയ്യാന്നുള്ള മോഹമൊന്നും വേണ്ട. അതിൻ്റെ കറക്റ്റ് സ്ട്രക്ചറിൽ വരണം എന്നുണ്ടെങ്കിൽ നന്നായിട്ട് സമയം എടുക്കുക തന്നെ ചെയ്യും. ഇനിയാണ് ഇതിൻ്റെ മസാലകൾ ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം നമ്മൾ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരുംജീരകമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. ഇനിയാണ് നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ചുണ്ടാക്കിയ പെരുംജീരകത്തിൻ്റെ പൊടി ഒരു 1/4 ടീസ്പൂൺ, ഒരു 3/4 ടീസ്പൂണോളം ഗരം മസാലയുടെ പൗഡറും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഒപ്പം തന്നെ ലേശം മഞ്ഞൾപ്പൊടി ഉണ്ട്. കൂടാതെ മെയിൻ സംഭവം ബ്ലാക്ക് പെപ്പർ അഥവാ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് എല്ലാ ബീഫിൻ്റെ കഷ്ണത്തിലും മസാല എല്ലാം പിടിച്ചതിന് ശേഷം ഒരു
ഇവിടെ നമുക്കൊന്ന് മൂടി വെക്കാം. മൂടി വെച്ചതിന് ശേഷം നിങ്ങളൊന്നും കൂടി ഇത് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ഡാർക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അധിക സമയം എടുക്കില്ല. ആ സമയം കൊണ്ട് ഈ മസാല എല്ലാം ഇതിൽ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആവശ്യത്തിനുള്ള സമയത്ത് എടുത്തിട്ട് ഫ്രൈ ചെയ്താൽ മതിയാകും. ഇങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ തണുപ്പിച്ചിട്ട് ഏകദേശം ഒരു 3-4-5 ദിവസം നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അതൊക്കെ അതിൽ നല്ലത് അപ്പം ഉണ്ടാക്കി കഴിക്കുന്നത് തന്നെയാണ്. നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചുണ്ടാക്കുന്ന മസാലകളൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരുപാട് പൈസ ലാഭമുണ്ട്. ഹെൽത്തി ആയിട്ടുള്ള മസാലകളൊക്കെ കിട്ടുകയും ചെയ്യും. തന്നെയല്ല കറികൾക്കൊക്കെ അതിൻ്റെതായ നല്ല മണവും രുചിയും ഒക്കെ കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ കൂടുതലും വീട്ടമ്മമാരൊക്കെ ഓടിപ്പോയി സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് പൊടിപടലങ്ങൾ വാരി കൂട്ടാതെ കുറച്ചൊന്ന് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റോട് കൂടി തന്നെ നമ്മുടെ ഫാമിലിക്കും നമ്മൾക്കും കുട്ടികൾക്കൊക്കെ നല്ല നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതാ നമ്മുടെ ബീഫ് ഫ്രൈയുടെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തിയിട്ടോ. നല്ല അടിപൊളി കറുപ്പ് കളറൊക്കെ വന്നിട്ടുണ്ട്. കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നാടൻ കുരുമുളക് പൊടിയായിരുന്നു. ഒപ്പം തന്നെ മസാലകളുടെ അടിപൊളി സ്മെല്ലൊക്കെ ഉണ്ട്. ഉപ്പൊക്കെ പാകത്തിനാണുള്ളത്. നിങ്ങളും ഇതേപോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കണ്ട. അതുപോലെ തന്നെ ലൈക്കും കമൻറ്റും ചെയ്യാനും മറക്കരുത് കേട്ടോ. ഈസി ആയിട്ട് നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും റെസിപ്പികളുണ്ടെങ്കിൽ അതും കൂടി, അല്ലെങ്കിൽ ബീഫ് ഫ്രൈക്ക് എന്തെങ്കിലും വെറൈറ്റി സംഭവങ്ങളുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ചെയ്യാൻ മറക്കണ്ട. ഒരുപാട് തരത്തിൽ ഈ ബീഫ് ഫ്രൈ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇത് കുറച്ച് ഈസിയാണ്, ടൈം എടുക്കുന്നേ ഉള്ളൂ. മസാലകളൊക്കെ സിമ്പിളാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചു തന്നത്. ഇനിയും പുതിയൊരു വീഡിയോയുമായി ഉടനെ തന്നെ എത്തുന്നതായിരിക്കും. അതുവരെ നിങ്ങൾ കാത്തിരിക്കുക. ഇതുവരെ തന്ന സപ്പോർട്ടിനെല്ലാം ഒരുപാട് സ്നേഹം അറിയിക്കുന്നു. വീണ്ടും കാണും വരെ വണക്കം.